أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت ثم إلينا ترجعون ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു ആയത്ത് നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ആയത്താണ് അല്ലേ. മരണത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ആയത്ത് തന്നെയാണ് നമ്മളെ മനസ്സിലേക്ക് കയറി വരിക. പക്ഷെ ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു ദാഇഖ എന്ന് പറയുന്ന വേർഡ് എന്താണെന്ന് ചിന്തിക്കുന്നത്. നമ്മളിപ്പം നോർമലി ഇത് വായിച്ചു നോക്കുമ്പം ഇതിൻ്റെ ഒരു അർത്ഥം വേറെയും, ഇതിപ്പോൾ ഞാൻ വായിച്ചത് സൂറത്തുൽ അൻകബൂത്തിലെ 57-ാമത്തെ ആയത്താണ്. അതുപോലെ സൂറത്തുൽ അംബിയായിലും ഈ ഒരു ഇതേപോലെ തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പം പിന്നെ അതിനെ തുടർന്ന് പറയുന്നത് ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ്, നമ്മുടെ അടുത്തേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നുള്ളത്, അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ഇപ്പോൾ ഓതിയ ആയത്തിൻ്റെ ബാക്കിൽ പറയുന്നത് പിന്നീട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ്, അവർ അവിടെ നിത്യവാസികളായിരിക്കും. പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പ്രവർത്തനം അമലു സ്വാലിഹാത്ത് അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഈ പറഞ്ഞ ആയത്ത്, അതായത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമുക്കറിയാം ഏതൊരു ആത്മാവും ദാഇഖ ആസ്വദിക്കും അൽ മൗത്ത് മരണത്തിന്. ദാഇഖ എന്ന് പറയാൻ എന്താണ്, അള്ളാഹു അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്വദിക്കുക എന്നുള്ള പേര് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയുക. ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാലോ. ദാഇഖ ആർക്കെങ്കിലും അറിയോ? ദാഇഖ ടേസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് മരണത്തെ ടേസ്റ്റ് ചെയ്യുമെന്ന് പറയണതെന്ന്? എല്ലാവരും നമുക്ക് നോർമലി അത് കേൾക്കും അങ്ങനെയാ തോന്നുന്നത്, എല്ലാവരും മരണത്തെ അനുഭവിക്കും എന്നുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ ടേസ്റ്റ് ആണ്, ആസ്വാദനം എന്നാണ്. ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമല്ലേ അല്ലേ. നമ്മൾ ഓരോരുത്തരും, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആവില്ല നമ്മൾക്ക് ഫുഡിനോടുള്ള ഇഷ്ടങ്ങൾ അല്ലേ. അത് നമ്മളെ വായിൽ വെക്കുമ്പം എനിക്ക് ഇഷ്ടമുള്ളതാവില്ല, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക, അങ്ങനെ സംഭവിക്കാം. പിന്നെ അതുപോലെ നമ്മളിനിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കണം, അത് നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അതുപോലെ തന്നെ അതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ നമ്മളുടെ ഒരു ഇഷ്ടം അല്ലേ, നമ്മൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, പിന്നെ നമ്മളുടെ അവിടെ അല്ലേ ഇതൊരു ഇബാദത്താണ് എന്നൊക്കെ വിചാരിച്ച് ഇഷ്ടത്തോടു കൂടി നമ്മൾ വിചാരിക്കാതെ ചിലപ്പോൾ ആ ഫുഡിനൊരു വല്ലാത്ത ബർക്കത്തും അതേപോലെ തന്നെ ഒരു വല്ലാത്തൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ, നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾക്ക് അവിടെ അതെങ്ങനെയാണ് വരുന്നത്, ആ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആക്കി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആയത്തിലൂടെ മനസ്സിലാവുന്നത്. കാരണം അതിന് തുടർന്ന് പറയുന്നത് അമലു സ്വാലിഹാത്തുകളെ കുറിച്ചാണ്. എന്നിട്ട് ആ പ്രവർത്തിക്കുന്നവർക്ക് എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടം. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ മരണത്തിൻ്റെ ടേസ്റ്റിനെ നിർണ്ണയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളുടെ എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നോ നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട്, ആ എഫേർട്ടിനനുസരിച്ച് നമ്മളുടെ മരണം ഏറ്റവും അതായത് നമുക്ക് നല്ല രീതിയിൽ അതിനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും. മരണവും ആസ്വാദനമാണ്. അത് ഈ പറഞ്ഞതുപോലെ വളരെ പ്രയാസപ്പെട്ട്, പക്ഷെ നമ്മൾ ദുനിയാവിയായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരാൾ പ്രയാസപ്പെട്ട് മരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് കിടന്ന് മരിക്കുന്നു, അതൊന്നും നമ്മളുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളല്ല. അള്ളാഹു എങ്ങനെയാണ് അവരെ പാപമോചനം കൊടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പുറമേന്ന് നോക്കിയിട്ട് ഇവർ സ്വർഗത്തിൽ പോകുന്നവരാണ്, ഇവർ നരകത്തിൽ പോകുന്നവരാണെന്ന് പറയുന്നതല്ല. അവരവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ മരണം
ഏറ്റവും നല്ലതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു മരണത്തിൻ്റെ ആയത്തിലൂടെ നമുക്കിങ്ങനെ പോകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് ചിന്തി. നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഒരു മരണം കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലേ, എല്ലാവരും പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, ഒരു മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം മാത്രമല്ല, നമ്മളെല്ലാവരും മരണത്തെക്കുറിച്ച് മാത്രം കേൾക്കുമ്പോൾ അങ്ങനെ പറയാറുള്ളൂ എങ്കിലും നോർമലി ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ട ഒരു ആയത്ത്, അത് എന്ത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ പറയേണ്ടതാണ്. ഓക്കെ. പക്ഷെ അവിടെ നമ്മൾ ആർക്കും അറിയില്ല, പലപ്പോഴും പലരോടും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അങ്ങനെയാണല്ലേ, ഇത് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല അവിടെ ചെയ്യണത്. എന്താണത് ശരിക്കും? അത് അതായത് നമ്മൾ ഉറ്റവരായിരിക്കാം മരണപ്പെട്ടത്. അപ്പം നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മളെ ഒരു നമ്മളെ ഓർമ്മിപ്പിക്കലും കൂടിയാണ്, ഒരു റിമെമ്പറൻസ് ആണ്, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കലും കൂടിയാണ്. രണ്ടും കൂടിയാണ് ആ ആയത്തിലും വരുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിശ്ചയമായും നമ്മൾ എന്നാണ് പറയുന്നത്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരുമാണ്. അപ്പോൾ അവരും പോയി, അവരല്ലാഹുവിൽ നിന്ന് വന്നു, അവരല്ലാഹുവിലേക്ക് പോയി. നമ്മളും നാളെ എന്താണ് ഇതുപോലെ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. എന്തൊരു ആശ്വാസം നൽകുന്ന വാക്കുകളാണത്. പക്ഷെ അത് വെറും പറയാനായിട്ട് മാത്രമായിട്ട് പോകുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരട്ടെ. അതൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അവരങ്ങനെ പെട്ടെന്നുള്ള മരണമായിപ്പോയി, അല്ലെങ്കിൽ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ മരണം ഇന്നോ നാളെയോ സംഭവിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, നമ്മളെ മരണത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒരുമിച്ച് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഫുർഖാൻ മീഡിയയിൽ ഒരു ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളാണ്, എനിക്കത് ഭയങ്കര ടച്ച് ചെയ്തു ആ ഒരു ക്ലാസ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതി വെച്ച് സമാജിസ്റ്റേഴ്സിൽ ഒരിക്കൽ ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് ആ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയി വിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അത് എപ്പോൾ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചും കൂടെ ഒരു സമയം നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ. ഇനി പോട്ടെ, ഇനി നമ്മളോട് പറയാണ് ഇന്നത്തെ പോട്ടെ, നമ്മളിപ്പോൾ ഇപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതല്ല, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കങ്ങനെ വഹിയൊന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മളോട് നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുകയാണെന്ന് വിചാരിക്കുക, ഒരു വിചാരം മാത്രം. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ റൂഹിനെ പിടിക്കാൻ മലക്കിനെ അള്ളാഹു അയക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 2 ദിവസം കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യും? എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, ആരെക്കൊണ്ടൊക്കെ പൊരുത്തപ്പെടിക്കാനുണ്ടാവും, എന്തൊക്കെ കർമ്മങ്ങൾ നമുക്ക് കൊണ്ടുവരാനുണ്ടാവും, എന്തൊക്കെ നമ്മൾ അല്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കും ഒക്കെ അല്ലേ. ആ 2 ദിവസം കൊണ്ട് നമുക്കതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ? ദുനിയാവിലെ നമ്മളെ എല്ലാ പ്രയാസങ്ങളും അന്നേരം നമുക്ക് ദുനിയാവിനെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. ദുനിയാവിലുള്ള കാര്യങ്ങൾ ആഖിറത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമോ? പക്ഷേ ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇന്ന് ഈ ഒരു സമയം നമ്മൾ മരണപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ടേസ്റ്റ് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മരിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മരണത്തിൻ്റെ ഈ ഒരു ടേസ്റ്റ് അത് നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഇങ്ങനെ വിശ്വാസം അതിൻ്റെ കൂടെ സൽക്കർമ്മങ്ങളും പറയുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് എവിടെയും പറയുന്നില്ലല്ലോ. വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അതിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് നമ്മളോട് പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളോട് ഒരു കാര്യം, അത് സത്യം തന്നെയാണ്, മരണം എന്ന് പറയുന്ന ഒരു സത്യമാണെന്ന്. പക്ഷേ അത് എപ്പോഴെങ്കിലും സംഭവിക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് എപ്പോഴും നമ്മൾ അതിനെ കാണുന്നത്. അവിടെയും കൂടി നമുക്കൊരു ഇത് പറ്റുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പലരുടെയും മരണങ്ങൾ കേൾക്കുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ എത്ര നേരത്തെയാണല്ലേ, എന്താണല്ലേ, അവർക്ക് ഇങ്ങനെ ഒരു ഇത് വന്നില്ലേ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഇതിൽ തന്നെ പെട്ടെന്ന് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അസുഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് വന്നു പോയാലൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളുടെ
നമ്മളുടെ മരണം, അവിടെയാണ് നമ്മളൊരു മരണത്തിൻ്റെ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു ആയത്തുണ്ടല്ലോ, വജാഅത്ത് സക്കറാത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്, എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ ഇത്. കാരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പം വേണം അല്ലെങ്കിൽ നാളെ വേണം എന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ അത് ചിലപ്പോൾ ഉറക്കത്തിൽ പോലും സംഭവിച്ചേക്കാം. ഒരു മരണം എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ മരണപ്പെട്ടേക്കാം. ഇപ്പം അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് നല്ലപോലെ കിടന്നുറങ്ങിയതാണ്. രാവിലെ വിളിച്ചിട്ട് എഴുന്നേക്കിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല, പക്ഷെ അങ്ങനെയാണ് മരണം സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ ഉമ്മച്ചി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി, അവിടെ ബാലുശ്ശേരി ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്, ഒരു താത്ത രാവിലെ ഹസ്ബൻഡിന് ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവർ എന്തോ പോയി കിടക്കുന്ന കണ്ടു. ഹസ്ബൻഡ് എന്ത് ചെയ്തു, ചായ കുടിച്ചിട്ട് നോർമലി അവർ കടയിലോട്ട് പോയി. പക്ഷേ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നേ ഉള്ളൂ. പക്ഷെ അത് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരുമില്ല അടുത്ത് അല്ലേ. നമ്മൾ വിചാരിക്കും മരിക്കുമ്പോൾ നമ്മളെ ചുറ്റുഭാഗത്ത് നിന്ന്, പക്ഷേ ആരുണ്ടായാലും ആരില്ലെങ്കിലും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കലിമത്തൊക്കെ ചൊല്ലി മരിക്കണമെങ്കിൽ അത് അള്ളാഹു തന്നെ തൗഫീഖ് നൽകണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളുടെ മരണം അത് ഉറപ്പായതാണ്. അത് നമ്മൾ ഉറപ്പിക്കുക. അത് ഇന്നോ ഇന്ന് രാത്രിയോ അല്ലെ നാളെയോ ഇനി എപ്പോഴാണ് നമുക്കറിയില്ല. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ കാര്യങ്ങളും ഏറ്റവും ക്ലിയർ ആക്കാൻ ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് അത് ആലോചിക്കുക. ഒരു നല്ലൊരു വിശ്വാസി, നല്ലൊരു മുഅ്മിൻ എന്ന് പറയുന്നത്, നല്ലൊരു ബുദ്ധിമാനായ അല്ലേ വിശ്വാസി എന്ന് പറയുന്നത് തൻ്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിലേ ഈ തഖ്വ എന്നുള്ള സംഗതി ആൾക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. എപ്പോഴും ഞാൻ ഇതേ ചെയ്യാവൂ, ശരിയേ ചെയ്യാവൂ എന്നുള്ളൊരു ബോധം ആൾക്ക് ഉണ്ടാവുള്ളൂ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യണമെന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മറന്നു പോകും. എപ്പോഴും ഓർത്ത് അതിനെക്കുറിച്ച് ബേജാറായി ദുനിയാവിൽ ജീവിക്കേണ്ട അങ്ങനെയല്ലല്ലോ. അങ്ങനെ അള്ളാഹു പറയുന്നില്ല. ദുനിയാവിൽ നമ്മൾ ജീവിക്കണം, പക്ഷേ ഈ ഒരു ഓർമ്മ കൊണ്ട് ഒന്ന് മാത്രം നമ്മൾക്ക് ഏറ്റവും നല്ലവരായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹക്കായ ഏറ്റവും സത്യമായ ഈ ഒരു മരണത്തെ നമ്മൾ ഉറപ്പാക്കി ജീവിക്കണം. അതിന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മരണമെന്ന് പറയുന്നത് എന്താണ്? എല്ലാ സുഖവും അവസാനിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബമുണ്ട്, നമ്മളുടെ വീട്, നമ്മുടെ ചുറ്റുപാടുകൾ, അതിലാണ് നമ്മൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മളെ വീടിനെ നമ്മളിങ്ങനെ അടിച്ചും തുടച്ചും അലക്കിയും വെളുപ്പിച്ചും മിനുക്കിയും നമ്മളിങ്ങനെ നമ്മുടെ സമയം പോകുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ ജീവിതത്തിനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പം നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മളെ ഭർത്താവായിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളായിക്കോട്ടെ അല്ലേ, നമ്മളെ അയൽക്കാരോ, നമ്മളുടെ ഇനി പോകുന്നൊരു എന്തെങ്കിലും പരിപാടികളോ എന്തോ കല്യാണമോ എന്തോ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മളുടെ മരണമാകുന്ന ഗ്ലാസ്സിലൂടെ നോക്കിക്കാണാനാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വിജയികളാകും. നമ്മൾ അവിടെയൊക്കെ ആലോചിക്കുന്നത് നമ്മളുടെ മരണം സംഭവിച്ചാൽ നമ്മളുടെ നാളെ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ദുനിയാവിലേക്ക് ആ ഒരു ഗ്ലാസ്സിലൂടെ കാണുകയാണെങ്കിൽ അത് വേറെ തന്നെ ഒരു ലെവലും ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് ഇത് കഴിഞ്ഞു പോകുന്നതാണ്. പക്ഷേ നമുക്ക് അവിടെയാണ് ഏറ്റവും അല്ലേ, നമുക്ക് അവസാനിക്കാതെ ഖാലിദീന ഫീഹ, അവിടെ നമ്മൾ നിത്യവാസികളായിരിക്കും. ഇവിടെ നമുക്ക് ഷോർട്ട് പീരീഡാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഇങ്ങനത്തെ ദുനിയാവിയായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അല്ലേ ഒരു നമ്മളെ ഇന്നർ മൈൻഡ് അതിന് നമ്മളെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ മരണമാകുന്ന ഗ്ലാസ്സിലൂടെയാണ് നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾക്ക് ആ ഒരു നിലയ്ക്കാത്ത അല്ലേ, എന്നെന്നും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഒരു സ്വർഗ്ഗപൂങ്കാവനം, ആ ഒരു മഹാവിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയുള്ളൂ. നമ്മൾ ഒരു സ്വപ്നം കണ്ട് അല്ലേ,
സ്വപ്നമാണ് നമ്മളെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കേട്ടോ. നമ്മളുടെ മരണത്തെ, നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ നമ്മൾ മരിക്കുകയാണ്, നമ്മുടെ മരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം. എന്നാൽ അതെപ്പോഴോ അല്ല എന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചേ. ഓക്കെ, നാളത്തെ ദുനിയാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രായം അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ പ്രായത്തിൽ കഴിഞ്ഞിട്ടേ മരിക്കുന്നൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ആലോചനയൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഇന്നോ നാളെയോ നമ്മൾ ഇല്ല ഇപ്പം തന്നെ മരണപ്പെടുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരു ചിന്തയിലൂടെ നമ്മളിങ്ങനെ പോവാം. നമ്മൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ അല്ലേ. ഒരിക്കൽ നമ്മൾ ഒരു ദുബായിലുണ്ടായിരുന്ന സമയത്ത് അവരൊരു ഹോസ്പിറ്റലിൽ എന്തോ ഒരു സർജറിക്ക് വേണ്ടി കയറ്റിയതാണ്. പക്ഷെ അവർ ആ സർജറിയോട് കൂടി തന്നെ അവരുടെ അവർ തിരിച്ചു റെഡിയായി വരാനുള്ള ഡ്രസ്സും അവരുടെ സംഗതികളും ഒക്കെ അവർ ബാഗിൽ വെച്ചിട്ടാണ് പോയത്. പക്ഷെ അവർ ഖബറെന്ന അവരുടെ വീട്ടിലേക്കാണ് അവർക്ക് പോകാൻ സാധിച്ചത്. പക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് എപ്പോഴും ദുനിയാവിലേക്ക് തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഈ ഒരു സ്വപ്നം കണ്ട് നമ്മളിപ്പം ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വപ്നത്തിൽ നമുക്ക് ഞെട്ടി ഉണരാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഞെട്ടി ഉണർന്ന് നമ്മൾ എവിടെയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ അത് മരണത്തിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കഴിഞ്ഞു. പക്ഷേ മരണം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് പിന്നീട് തിരിച്ചു വരാനും ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഉറക്കത്തിൽ നിന്ന് ഉറക്കവും ഒരു മരണമാണ്. അതുകൊണ്ട് ദുആ ചെയ്ത് നമ്മൾ കിടക്കുന്നത്. ഉറക്കത്തിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അങ്ങനെ ആയല്ലോ, സുബ്ഹാനല്ലാഹ്. ആ ഒരു ഉറക്കവും ഇബാദത്താക്കി മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ഇവിടെ പറയാം. മനുഷ്യരിലധികവും ഉറങ്ങുകയാണ്, ഖബറിലെത്തുമ്പോഴാണ് അവരുണരുക. നമ്മളൊക്കെ ഇങ്ങനെ, അതായത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഉറക്കമാണ്. നമ്മളിങ്ങനെ ഒരു ലോകത്ത് എന്നോ മരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥ ഉണരൽ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആത്മാവായിക്കൊണ്ട് നമ്മൾ അവിടെയാണ് ഉണരുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ ദുനിയാവിൽ തന്നെ ഉണരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അങ്ങനെ നമ്മൾ ദുനിയാവിൽ തന്നെ ഉണരാൻ നമുക്ക് സാധിച്ചാൽ ഖബറിൽ നന്നായിട്ട് നമുക്ക് ഉറങ്ങാനും സാധിക്കും. സുബ്ഹാനല്ലാഹ്. സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാം, ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കമിഴിച്ചു കഴിഞ്ഞാൽ. എപ്പോഴും നമ്മൾ ദുനിയാവിലെ വീട് അതൊരുക്കാനാണ് നമ്മൾ എല്ലാ സമയവും ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലേ. എന്നാൽ ഓരോ ദിവസവും കഴിയും തോറും ദുനിയാവിലെ വീട്ടിൽ നിന്നും നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആര് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ? ആഖിറത്തിലെ വീട്ടിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആഖിറമെന്ന നമ്മളെ ഖബറെന്ന വീടിനെ മറന്നുകൊണ്ട് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ദുനിയാവിലെ നമ്മളങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പല യാത്രകൾക്കും നമ്മൾ ഒരുങ്ങും അല്ലേ. നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് പോകുമ്പോൾ ഒരുങ്ങാറുണ്ട്, അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുങ്ങും. ഇതേപോലെ നമ്മൾ ടൂറ് പോകാനാണെങ്കിൽ, ഇനി ഉംറക്കോ ഹജ്ജിനോ പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുങ്ങാറുണ്ട്. ഇതിപ്പം നമ്മുടെ മരണമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാണ്. ഹജ്ജിന് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ തഖ്വയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പൊരുത്തപ്പെടിക്കാനും നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ. ആ സമയത്തിനുള്ളിൽ നമ്മൾ കാണേണ്ടവരെയൊക്കെ കാണുകയും നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, കടബാധ്യതകളൊക്കെ വീട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോവുക. പക്ഷേ അത് നമുക്കൊരു സമയം, നമുക്ക് ഇന്ന ഡേറ്റിനാണ് നമുക്ക് ഹജ്ജിന് കിട്ടിയതെങ്കിൽ നമുക്കറിയാം ഇന്ന ഡേറ്റിനാണ് നമുക്ക് പോകാനുള്ളത് അല്ലേ. അതിനേക്ക് ഒരുങ്ങാനും നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ മരണം അങ്ങനെ നമുക്ക് എപ്പോഴാണ് നമുക്ക് സമയം തരിക? നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം മുന്നേ നമ്മൾ അറിയിക്കുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് തന്നെ ഒരുങ്ങണ്ടേ? നമ്മുടെ ബാഗിൽ എന്താണുള്ളത്? നമ്മളിങ്ങനെ നമ്മളെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ മരിച്ചു കിടക്കുകയാണ്. എന്തുണ്ട് എൻ്റെ ബാഗിൽ? എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിൽ എന്താണുള്ളത്? നമ്മുടെ ലഗേജിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്തല്ല? നമ്മൾ കുറേ ചിലപ്പം ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും, വാരി കൂട്ടിയിട്ടുണ്ടാവാം അല്ലേ, പറഞ്ഞു പോയിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും നല്ല
അല്ലേ ഇൻറ്റൻഷനോടുകൂടി നമ്മൾ ചെയ്തത് എന്തൊക്കെ ഉണ്ടാവും, ഏറ്റവും നല്ല നീയത്തോടു കൂടി നമ്മൾ സ്പെഷ്യലായിട്ട് ഇനി ആരും കാണാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം കാണിക്കാൻ നമ്മൾ സൂക്ഷിച്ചു വെച്ചത് എന്തൊക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. മരണത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്: 3 കാര്യങ്ങൾ മയ്യത്തിനെ ഖബർ വരെ പിന്തുടരും. അതിൽ 2 കാര്യങ്ങൾ മടങ്ങിപ്പോരും, പക്ഷേ അതിൽ 1 മാത്രം കൂടെ നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. എപ്പോഴും നമ്മൾ ഹദീസുകളിലായിട്ടും ക്ലാസ്സുകളിലായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അല്ലേ. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കുടുംബം, സമ്പത്ത്, അമലുകൾ. ഇതൊക്കെയാണ് നമ്മുടെ ദുനിയാവിലെ മെയിൻ ആയിട്ടുള്ളത്. അതിൽ ബാക്കിയാകുന്നത് എന്താണ്? അതും നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ അമലുകൾ, അമലു സ്വാലിഹാത്ത് മാത്രമാണ് നമുക്കുണ്ടാകും. മരണം സംഭവിക്കുന്ന ഒരു സമയം നമ്മളെ മരണത്തിൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത് മുതൽ അങ്ങോട്ട് ആ അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ് നമുക്ക് അതുവരെ നമ്മളുടെ കൂടെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഇതിൽ വളരെ നമുക്ക് അല്ലേ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, അതിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു ഹദീസ് കേട്ട സമയത്ത് ഒരു കവിയായ സ്വഹാബി അബ്ദുല്ലാഹിബിന് ബോർസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ചുകൊണ്ട് ഒരു കവിത രചിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സമ്മതം ചോദിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദപ്രകാരം ആ ഒരു സ്വഹാബി ഒരു കവിത എഴുതുകയുണ്ടായി. അതായത് ഈ 3 കാര്യങ്ങൾ, ഓക്കെ, കുടുംബം, സമ്പത്ത്, അമലുകൾ. അപ്പം നമ്മളെ മരണത്തിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്താണ്. എനിക്കും അങ്ങനെ ആലോചിക്കാനാണ് ഈ ഒരു കാര്യം എപ്പോഴും ഞാൻ ആ ക്ലാസ് കേൾക്കുമ്പോഴും അതുപോലെ ഇത് പറയുമ്പോഴും ഒക്കെ എനിക്ക് അത് ആലോചിക്കാനാണ് ഇഷ്ടം. അതാകുമ്പം കുറച്ചുകൂടി ഇത് ഇങ്ങനെ കേൾക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൂടെ പോകുമ്പം നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ആ ക്ലാസ് കേൾക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ: കുടുംബം, സമ്പത്ത്, നമ്മുടെ അമലുകൾ. സുബ്ഹാനല്ലാഹ്. ആ ഒരു കവിതയുടെ ആശയം ഇങ്ങനെയാണ്: ജീവിതമാകുന്ന എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ 3 സഹയാത്രികർ ഉണ്ടായിരുന്നു. ലക്ഷ്യസ്ഥാനം എന്താണെന്നറിയാതെയായിരുന്നു എൻ്റെ യാത്ര. യാത്രയിലുടനീളം എൻ്റെ കൂടെ ഇവരെല്ലാം ഉണ്ടായിരുന്നു. യാത്ര അവസാനിക്കാറായപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ യാത്ര അവസാനിക്കാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി യാത്ര കുറച്ച് പ്രയാസമുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ സഹായം മുന്നോട്ട് എനിക്ക് കൂടുതലായി വേണം. നിങ്ങൾ 3 പേരും എങ്ങനെയാണ് എന്നെ സഹായിക്കുക? ആദ്യ സഹയാത്രികൻ ആരാണ്? സമ്പത്ത് എന്താണ് പറയുന്നത്? ഇതുവരെ ഞാൻ കൂടെ ഉണ്ടായി, എല്ലാ സുഖസൗകര്യങ്ങളും ഒന്നിച്ചു പങ്കിട്ടു. ശ്വസിക്കുന്ന സമയം അത്രയും കൂടെ ഉണ്ടാകും. ചികിത്സിക്കാനും ഏത് തരത്തിലുള്ള എത്രയും വലിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും ഇനി എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും എന്തൊക്കെ ചെലവഴിക്കാനും കയ്യിലുള്ളത് അത്രയും അല്ലേ നമുക്ക് വേണ്ടിയിട്ട് പൈസ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരും നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ. പക്ഷേ എന്നാൽ എന്താ സംഭവിക്കുക? മരിച്ചാൽ എന്താണ് സമ്പത്ത് പറയുന്നത്? ആദ്യം ഞാൻ പിരിയും. കണ്ണടച്ച സമയം ഞാൻ മറ്റൊരാളുടെ കൂടെ പോകും. അതിനാൽ അതിനു മുന്നേ എന്നെ നീ ഉപയോഗപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്. സമ്പത്തെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു സംഗതികളായാലും നമ്മുടെ കയ്യിൽ നമ്മളുടേതെന്ന് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട നമ്മളുടെ ഒരു കുഞ്ഞു ഒരു ഡയമണ്ട് മോതിരമായിരിക്കാം, അല്ലെങ്കിൽ ചെയിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സായിരിക്കാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ വീടായിരിക്കാം, എല്ലാം നമ്മളിവിടെ ഇട്ടേച്ചു പോകും. അത് നമ്മളുടെ കൂടെ ഒരിക്കലും ഖബറിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. ഇനി വലിയ ചികിത്സകളോ കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതൊക്കെ വിറ്റിട്ടായിരിക്കാം ചിലപ്പോൾ ഓരോരുത്തരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നുണ്ടാവുക. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു സമയം എത്തുന്നതിന് മുമ്പേ ആ ഒരു സമ്പത്ത് തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നമ്മൾ ആ മരണത്തിൻ്റെ മുന്നേ തന്നെ ആ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തേത് എന്താണ്? നമ്മുടെ കുടുംബം അല്ലേ? ഫാമിലി എന്താ പറയുന്നത്? ഞാൻ ആദ്യത്തെ ആളെ പോലെ അല്ല, മരണം വരെ മാത്രമല്ല അവസാനം വരെ ഞാൻ കൂടെ നിൽക്കും. വെള്ളം നൽകാനും ഉറക്കമൊഴിച്ച് ശുശ്രൂഷിക്കാനും ഇനി മരിച്ചാൽ പൊട്ടിക്കരയാനും ഞാനുണ്ടാകും. നിന്റെ നല്ല ഓർമ്മകൾ പറഞ്ഞ് കരയുകയും മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യാനും മയ്യത്ത് നിസ്കരിക്കാനും ഇമാം നിൽക്കാനും
അവിടെയൊക്കെ ഞാൻ ഉണ്ടാകും. കുറേ നേരം ഞാൻ കൂടെ നിൽക്കും. ഖബർ വരെ കൂടെ ഉണ്ടാകും. ഖബറിൽ ഇറക്കാനും മണ്ണിടാനും കൂടെ ഉണ്ടാകും. പിന്നീട് എല്ലാവരും പോയി കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, നിനക്ക് വേണ്ടി കരയും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നിനക്ക് വേണ്ടി കുറേ സമയം ഞാൻ ചിലവഴിച്ചു, അതിനാൽ ഞാൻ ക്ഷീണിതനാണ്. നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, എന്നാൽ എന്നെ കാത്തിരിക്കാൻ വീട്ടിൽ വേറെ ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അള്ളാഹുവിൽ നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോരും. കുറേ ഓർക്കും, ദുആ ചെയ്യും, പിന്നെ പതിയെ പതിയെ നിന്നെ ഞാൻ മറന്നുപോകും. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി പറയുന്നത് നമ്മുടെ അമലുകളെ കുറിച്ച്, അല്ലേ? അമലുകൾ എന്താണ് നമ്മളോട് പറയുക? ഞാൻ നേരത്തെ ഉള്ള 2 പേരെ പോലെ അല്ല. മരണം വരെ, ഖബർ വരെ മാത്രമല്ല ഞാൻ കൂടെ ഉണ്ടാവുക. ഞാൻ ഖബർ മുതൽ നിന്റെ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും നിന്നെ ഞാൻ സംരക്ഷിക്കും. മലക്കുകൾ ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും. അവരിൽ നിന്ന് രക്ഷിച്ചാലും പിന്നെയും ഖിയാമത്ത് നാളിലും എല്ലാ ഇരുട്ടിലും വെളിച്ചമായി ഞാൻ കൂടെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെത്തിക്കുന്നത് വരെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. 3 കാര്യങ്ങൾ നമ്മൾക്കുണ്ടെന്ന്, അല്ലേ? നമ്മുടെ കൂടെ ഇന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ മരിച്ചു കിടക്കുന്നു. അവർ ഈ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾക്ക് വേണ്ടി അവർ ചെയ്യുന്നു. നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മളെ കഫൻ ചെയ്യുന്നു, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ മയ്യത്തുമായി അവർ പള്ളിക്കാട്ടിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഖബറിൽ വെക്കുന്നു, മണ്ണ് വാരിയിടുന്നു. അതിനു മുമ്പ് നമ്മുടെ നമസ്കാരവും, അല്ലേ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളെ നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി നമസ്കരിക്കും. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് പോയിട്ടും അല്ലാത്തവർക്ക് പോലും മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്തവരുമുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, നാളെ നമുക്ക് വേണ്ടി നമ്മളൊന്ന് കുളിപ്പിക്കാൻ കൂടെ നിൽക്കാൻ, അല്ലെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മളത് പഠിച്ചിട്ടുണ്ടോ? അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള മക്കളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ കൂടി അവർക്കൊരു ഇത് വേണമല്ലോ. ഇങ്ങനെയും ചെയ്യാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടല്ലോ, അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും തിരക്കിലാണ്. നമ്മൾ പെട്ടെന്ന് നമ്മളെ മരണപ്പെട്ടവരെ മറന്നു പോകുന്നവരാണോ? അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നാളെ ഇതുപോലെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെ ഖബറിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അല്ലേ, മറന്നു പോകാതെ നമ്മൾക്ക് വേണ്ടി ഓരോ 5 നേരത്തെ നമസ്കാരത്തിലെങ്കിൽ അവർ നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അല്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓർത്ത് പറയാൻ, അത് ഓർമ്മിക്കാൻ, അതവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളെ സൽക്കർമ്മങ്ങൾ. അവിടെ പിരിഞ്ഞ് നമ്മുടെ മറന്നു പോകുന്നത് നമ്മളെ സൽക്കർമ്മങ്ങളായിട്ട് മാറുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് എന്തൊക്കെയോ ഇവിടെ ആരെങ്കിലും ഒക്കെ ഒരു ഇൽമ പഠിപ്പിച്ച് നമ്മൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. അത് ഈ പ്രവർത്തനങ്ങളിലേക്ക് വരികയാണല്ലോ. നമ്മുടെ മക്കളിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു അറിവ് പകർന്നു കൊടുത്തവരിലൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെ സംരക്ഷണമായിട്ട് നമ്മുടെ അമലുകൾ തന്നെ കൂടെ ഉണ്ടാവും. ഖബറിലും, അല്ലേ, ഖബറിൽ നമുക്ക് വെളിച്ചമായിട്ട് നമ്മൾ വിശാലത നൽകാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അതേപോലെ നമ്മുടെ വിചാരണാ വേളയിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ ഓരോ കർമ്മങ്ങൾ വെച്ച് നമ്മൾക്ക് വിചാരണയിൽ എളുപ്പത്തിൽ നമുക്ക്, അല്ലേ, അതിൽ നിന്ന് നമുക്ക് എളുപ്പമാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക്, സുബ്ഹാനല്ലാഹ്, അതിലേക്ക് ആ സ്വർഗത്തിൽ എത്തിക്കാൻ, അതിൻ്റെ ഏറ്റവും ഹയർ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ ആ ഒരു അമലുകൾ മാത്രമാണ് കൂടെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മളുടെ എല്ലാം നമ്മൾ മറ്റുള്ള നേരത്തെ പറഞ്ഞ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് ഫയൽ, ഇനി നമ്മൾ മരിച്ചു, അവിടെ എത്തി,
സുബ്ഹാനല്ലാഹ് എല്ലാം തുറന്നു വെക്കപ്പെടുകയാണ്. എല്ലാം റെക്കോർഡാണല്ലോ, എല്ലാ സംഗതികളും ഉണ്ട്. നമ്മൾ ചെയ്തതും ചെയ്യാൻ ബാക്കി വെച്ചതും എല്ലാം ഉണ്ടല്ലോ. നമ്മളതൊക്കെ അള്ളാഹിനോട് നമ്മൾ നമസ്കാരത്തിൽ ലാസ്റ്റ് അള്ളാഹിനോട് അല്ലേ നമ്മൾ ചെയ്തതും ചെയ്യാൻ വിചാരിച്ചതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും റബ്ബേ എല്ലാത്തിലും നമ്മൾ ചോദിക്കുന്നുണ്ട്. മനസ്സിൽ വിചാരിച്ചുറപ്പിച്ച കാര്യത്തിനെ തൊട്ട് പോലും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കണം. അതാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് എല്ലാം അവിടെ ഇങ്ങനെ കാണിക്കപ്പെടും, എല്ലാം അവിടെയുണ്ട്. നമ്മളതിനെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. എല്ലാം ഉണ്ടല്ലോ പടച്ചോനെ, ഒരു സംഗതി വിട്ടുപോയിട്ടില്ല അല്ലേ. തൊമാക്കാന റബ്ബുക നസിയ്യ, താങ്കളുടെ റബ്ബ് ഒന്നും മറക്കുന്നവനല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു സംഗതി, ഒരു നിസ്സാരമായി നമ്മൾ പറയാം, അണുമണി തൂക്കമായാലും കടുകുമണി തൂക്കമായാലും പാറക്കുട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായാൽ പോലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മളെ റെക്കോർഡ് തുറക്കുമ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മളിതെല്ലാം കാണുമ്പോൾ പടച്ച തമ്പുരാനെ എന്താണിതൊക്കെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകും. ചില ആളുകൾ വിചാരിക്കും ഞാൻ മണ്ണായിരുന്നെങ്കിൽ. അസ്തഗ്ഫിറുല്ലാഹ്, എന്തൊക്കെ ചിന്തകളായിരിക്കും. അന്നേരം ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തിരുന്നെങ്കിൽ. അവിടെ എത്തുമ്പോഴാണല്ലോ നമ്മളെ കുറ്റപ്പെടുന്ന നഫ്സുൽ അവ്വാമയായിട്ട് മാറുന്നത്. ഇന്ന് കുറ്റപ്പെടുത്തുന്ന ആത്മാവായിട്ട് നഫ്സുൽ അവ്വാമയായിട്ട് നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ നമുക്കിന്ന് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നമ്മളെ റെക്കോർഡ് തുറക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ അല്ലേ അഭിമാനത്തോടു കൂടി നമ്മുടെ റെക്കോർഡിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കണം. അതിന് മാത്രം ഉണ്ടോ? ഇന്നാണെങ്കിൽ നമുക്കതുണ്ടോ? അള്ളാഹുവിനെ മാത്രം, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തു വെച്ചതുണ്ടോ? എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ എനിക്കുള്ളത്? എന്താ നമുക്കൊക്കെ ഉള്ളത്? നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പലതും എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മാറ്റി വെക്കണം എന്തെങ്കിലുമൊക്കെ. നമുക്ക് ഇന്ന് തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ വേണം. സുബ്ഹാനല്ലാഹ്, തൗഫീഖ് നൽകട്ടെ. ഇനി എന്തെങ്കിലും നമ്മളുടെ അടുത്ത് നമ്മൾ ഭയപ്പെടുന്ന, നാളെ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ കാണിക്കാൻ പറ്റാത്ത പലതും ഉണ്ടാവും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, എല്ലാം തേച്ച് മായ്ച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു തവ്വാബാണ്. നമ്മുടെ തെറ്റുകളെല്ലാം തേച്ച് മായ്ച്ച് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മൾ ചോദിച്ചാൽ അല്ലേ. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു തരിക മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചു. എങ്ങനെയാണ് നന്മകൾ വർദ്ധിപ്പിക്കുക? ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾക്കുള്ള ചാൻസ് ഇട്ട് തരും നമ്മുടെ മുന്നിൽ. ആ നന്മകൾ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് തന്നെ അള്ളാഹു നമ്മളെ നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ നമുക്ക് നമ്മളുടെ ബാഗ് നല്ല കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ റെക്കോർഡ് ഏറ്റവും നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. ഖബറിൻ്റെ അടുത്ത് നമ്മൾ സ്ത്രീകൾ പോകുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ തന്നെയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ട വല്യമ്മമാരുണ്ടാവും, നമ്മുടെ മാതാപിതാക്കളോ മരണപ്പെട്ടു പോയവരുണ്ടാവും. നമ്മളവിടെ എത്തുമ്പം അറ്റ്ലീസ്റ്റ് ആ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്തേക്കൊന്നൊന്ന് കണ്ണോടിക്കുകയും അത് സന്ദർശിക്കാനൊക്കെ റസൂൽ പറയുകയും ചെയ്തിട്ടുള്ളത് അതൊരു നിശബ്ദമായ സ്ഥലമാണ് ശരിക്കും അല്ലേ. ഒന്നുമില്ല അവിടെ, പ്രത്യേകിച്ച് ഒരു ബഹളങ്ങളോ, അവിടെ പോയി ആരും ബഹളം ഉണ്ടാക്കുകയൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ മുമ്പ് ജീവിച്ച പലരും അതിൽ കിടക്കുന്നു. നാളെ നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ പോകും. നമ്മൾക്ക് ശേഷമുള്ളവരൊക്കെ വരാൻ പോകുന്നു. എന്താ അവർക്കൊക്കെ സംഭവിച്ചത്? നാളെ എന്താണ് അവർക്ക് സംഭവിക്കാം? നമ്മൾ മരിച്ച് അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നമ്മൾ സ്കൂളായിട്ട് നമ്മുടെ ദുനിയാവിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അതാണ് നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് തന്നെയാണ്. എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുടുംബത്തിലൊക്കെ മരണങ്ങൾ നടന്നിട്ട് പിറ്റേന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ അതിന് അടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് മറന്നു പോകും. എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അത് പുറത്തു തരട്ടെ. ആമീൻ. ഖബറിൻ്റെ മുന്നിലൂടെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ ഖബർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഖബറിൽ കിടക്കുന്ന ആള് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ദുനിയാവിലെ അയാളുടെ എല്ലാം നൽകാൻ തയ്യാറാണെന്ന്. സുബ്ഹാനല്ലാഹ്. റസൂൽ ഓർമ്മിപ്പിച്ചതാണ്. ആ ഖബറിൻ്റെ അടുത്തുകൂടെ സഹാബാക്കളുടെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മളും വിചാരിക്കുക ഖബറിൻ്റെ ഭാഗത്തുകൂടെ പോകുമ്പോൾ അവരെന്തായിരിക്കും, അവരുടെ ചിന്തകൾ എന്തായിരിക്കും. നമ്മൾക്ക് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരൊക്കെ അവിടെ ഉണ്ടാവാം. അറിയുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാമല്ലോ, അവരൊക്കെ എങ്ങനെയായിരുന്നു. നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ പടച്ച തമ്പുരാൻ എന്തായിരിക്കും നമ്മൾ ഖബറിൻ്റെ അടുത്ത് കിടന്നിട്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ എനിക്ക് ദുനിയാവിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലായിരിക്കും അയാൾ ഉണ്ടാവാന്നാണ് റസൂല് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഇന്ന് അല്ലേ, ഈ ഹയാത്തിൽ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് പടച്ചവൻ എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എല്ലാറ്റിനും നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ചുറ്റുപാടുകളും അല്ലാഹു തന്നിട്ടുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കാൻ അല്ലേ, റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നമസ്കരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ വീട് തരാമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, മരണപ്പെട്ടിട്ടില്ല. മടി വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിനെ ഓർക്കുക. എന്തെങ്കിലും തരത്തിലൊരു നന്മകൾ 2 റക്അത്ത് നിസ്കരിക്കാൻ അല്ലേ, മടി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സുബഹി നമ്മൾ നമസ്കരിക്കായിരിക്കും, മഗ്‌രിബ് ഇശാവും നമ്മൾ നമസ്കരിക്കായിരുന്നു. ആകെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു മടി. ഞാൻ സത്യം പറയാണ് സുബ്ഹാനല്ലാഹ്, ദുഹറിൻ്റെ സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മൾക്ക് ആ 12 റക്അത്താണെങ്കിൽ നമ്മൾ ദുഹറിൻ്റെ മുമ്പ് 2 4, ദുഹറിൻ്റെ ശേഷം 2 നമ്മൾ നമസ്കരിക്കണം. ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ദുഹറിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഒഴിവായിരിക്കുന്ന ഒരു സമയമൊന്നുമല്ല, പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ക്ഷീണമോ ഒരു വയ്യായ്മയോ ഒക്കെ തോന്നിയാലും പടച്ച തമ്പുരാനെ നാളെ ഖബറിൽ കിടന്നിട്ട് ആ 2 റക്അത്ത് എനിക്ക് നിസ്കരിച്ചാൽ മതിയായിരുന്നു ഞാൻ അന്നേരം ചിന്തിച്ചാൽ എന്താണ്? അങ്ങനെ ചിന്തിക്കലാണ്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്തൊക്കെ എളുപ്പങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. വുദു ഏറ്റവും നല്ല രീതിയിൽ നല്ല നിയത്തോടു കൂടി ചെയ്താൽ നാളെ അല്ലേ, നമ്മൾ അങ്ങനെയും നമ്മുടെ പാപങ്ങളൊക്കെ നഖത്തിനുള്ളിലൂടെ ഒഴുകിപ്പോണെന്ന് ഓർത്ത് നമ്മൾ വുദു എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലേ, നാളെ അവിടെ പരലോകത്ത് വെച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മളെ അല്ലേ, നമ്മളെ കൈകാലുകളെല്ലാം പ്രകാശമായിട്ട് അല്ലേ, സ്പെഷ്യലായിട്ട് നമ്മളവിടെ തിരിച്ചറിയും. അതേപോലെ തന്നെ അങ്ങനെ വുദു എടുത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കറിയാം സ്വർഗത്തിലെ 8 കവാടങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതൊക്കെയാണ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് ഏറ്റവും നമ്മൾ ബാങ്ക് കേട്ടാൽ നമ്മൾ അതിന് മറുപടി നൽകുകയും സ്വലാത്തും ദുആയും ഒക്കെ പറയുകയും ചെയ്താൽ എന്താണ്, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത ആ ഒരു ദിവസം റസൂല് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ബാങ്ക് കേൾക്കുമ്പോൾ ആരാണ് അതിന് വേണ്ടിയിട്ട് സംസാരം? സ്വകാര്യത സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലായിരിക്കാം. ഇനി ജീവി വല്ലതും കാണുകയാണെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് നോക്കി അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് അല്ലേ? സ്വകാര്യം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ അത് നമ്മൾ അതേപോലെ അല്ലേ, അള്ളാഹുവിൻ്റെ വിജയത്തിലേക്കുള്ള വിളി കേൾക്കുമ്പോൾ നമ്മൾ അതിന് അതേപോലെ മറുപടി പറയുകയും അല്ലേ, നമസ്കാരം അത് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു തന്നെ തൗഫീഖ് നൽകണം. അതുകൊണ്ടാണ് നമ്മൾ ആ വിജയത്തിലേക്ക് വരുമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്. അള്ളാഹുവിനല്ലാതെ ഒരു കഴിവില്ല. ആ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ആ നമസ്കാരം അള്ളാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അല്ലേ, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് ഒന്ന് തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എന്തെല്ലാമൊക്കെയോ കാര്യങ്ങൾ നന്മകൾ നമ്മളിങ്ങനെ മുന്നിലിട്ടിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലേ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നെന്മണീൻ്റെ അത്ര കൊടുത്താൽ നമുക്ക് ഇത്ര തരാമെന്നുള്ള പറയുന്നുണ്ട് അല്ലേ. ഒറ്റ നെന്മണീൻ്റെ അത്ര കൊടുത്താൽ മതി, 700 ഇരട്ടി അല്ലേ പ്രതിഫലം നമുക്ക് തരാമെന്നുള്ള പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമ്മൾ അല്ലേ ഓരോ കാര്യത്തിനെയും പടച്ചോനെ അതുണ്ടാവുമല്ലോ എനിക്ക് നാളത്തേക്ക്, ഇതുണ്ടാവുമല്ലോ എനിക്ക് നാളത്തേക്ക്, അങ്ങനെ വിചാരിച്ച് നമുക്ക് ഓരോന്നും ചെയ്യാൻ സാധിച്ചാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തേണ്ടി വരില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്ന, അതായത് ഖബറാളികളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് സഹാബാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഖബറാളികളെ, എന്താണ് വർത്താനം? നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ സമ്പത്ത് എല്ലാവരും വീതിച്ചെടുത്തു. ഭർത്താക്കന്മാർ വേറെ, അവർ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാർ വേറെ കല്യാണം കഴിച്ചു പോയി എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമ്മളെല്ലാവരും സ്ത്രീകളാണ്, നമ്മൾ മരണപ്പെട്ടു പോയാൽ തീർച്ചയായും നമ്മളെ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അല്ലേ, ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തതായിരിക്കും. പക്ഷെ സംഭവിക്കാനുള്ളതാണത്. എത്ര സ്നേഹവും എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത്. പക്ഷെ അതാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതെല്ലാവരും വീതിച്ചെടുക്കും. മക്കളോ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നല്ല ആൾക്കാർ, നമ്മുടെ വീട്ടുകാർ നല്ലവരാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കും. ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചു പോകും. നിങ്ങളുടേതായി ഇവിടെ ഒന്നും ബാക്കിയില്ല, അതായത് ദുനിയാവിലൊന്നും ബാക്കിയില്ല. നിങ്ങൾക്കവിടെ എന്താണ് ബാക്കിയുള്ളത്? നിങ്ങൾക്കവിടെ എന്താണുള്ളത്?
അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ സമയവും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നാളെ എന്ത് ബാക്കിയുണ്ടാവും. ഇതെല്ലാം ദുനിയാവിൽ നമുക്കറിയാം. അള്ളാഹു പിന്നെയും ഓർമ്മ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയോ ഓടിയാലും ഇതെല്ലാം ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. എല്ലാം അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അല്ലേ ഒക്കെ പോയി പോവും അല്ലേ. നമ്മൾ എന്തൊക്കെ അല്ലേ ഇതാക്കി സ്റ്റൈലാക്കി വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോവും. എത്ര നമ്മൾ വീട് പെയിൻ്റ് അടിച്ചാലും കുറച്ച് 2 മഴയും 2 വെയിലും കൊള്ളുമ്പോഴത്തേക്കിന് അല്ലേ പായലും പൂപ്പലും ഒക്കെ വരും. നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കി ഡ്രസ്സൊക്കെ കൊണ്ടുനടന്നാൽ കുറച്ച് കഴിയുമ്പോൾ പഴയതായി പോവും, പൂപ്പൽ വരും. അകത്ത് തന്നെ എത്ര വില കൂടിയ ഡ്രസ്സായിരിക്കും, പക്ഷേ അത് നമ്മൾ കുറേ സമയം അലമാരയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതും പൂപ്പൽ പിടിച്ചു പോകും. സ്താഫുള്ള. അപ്പോൾ നമുക്ക് പൂപ്പൽ പിടിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ അല്ലേ നമ്മൾ ആ റെക്കോർഡിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന നന്മകളൊന്നു മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അലി റളിയല്ലാഹു അൻഹു അത് തുടരുന്നുണ്ട്. അനുയായികളോട് പറയാണ്, അവർ മറുപടി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ പറയും, ഉണ്ടാക്കേണ്ട വിഭവമെന്ന് പറയുന്നത് അത് തഖ്വയായിരുന്നു എന്നുള്ളത്. വേറൊന്നുമല്ല, തഖ്വയായിരുന്നു വേണ്ടിയിരുന്നത്. അതെ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളെ മരണം നമ്മൾ ആലോചിച്ചു, നമ്മൾ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി, നമ്മളെ സമ്പത്ത് നമ്മളെ വിട്ടുപോയി, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ പിരിഞ്ഞുപോയി, നമ്മുടെ കർമ്മങ്ങൾ മാത്രം നമ്മൾക്ക് ബാക്കിയായി. ഇനി നമ്മൾ മരണം നമുക്കറിയപ്പെട്ടാൽ നമ്മൾ ഇനി നമ്മൾ ഇന്ന് മരിച്ചാലും സാരില്ല അല്ലേ, ആ രീതിയിലായിരിക്കണം. 2 ദിവസം അല്ലേ നമുക്ക് സമയം കിട്ടിയാൽ ഞാൻ എന്നത്തെയും പോലെ ജീവിക്കും എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അല്ലേ, കുറച്ചെന്തെങ്കിലും കാര്യങ്ങൾ എന്നാലും നമുക്ക് ഉണ്ടാവും അല്ലേ, ആരുടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പെടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയാണ്. എന്തായാലും അല്ലേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ കർമ്മങ്ങളുടെ ഏറ്റവും അല്ലേ നമുക്ക് ഇസ്തിഖാമത്ത് വേണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് എന്നും ചെയ്യുന്നത് ഒരേപോലെ വൃത്തിക്ക് അല്ലേ, ഒരുപാട് ചെയ്യണമെന്നില്ല, ക്വാണ്ടിറ്റി കൂട്ടാതെ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കാത്തത്. നോർമലി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഫർദ് നമസ്കാരം അവ്വൽ വക്തിൽ നമ്മൾ നമസ്കരിക്കുക, അതെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മളുടെ റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും. ദുഹാ നമസ്കാരം, തഹജ്ജുദ്, ഓരോന്നായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അത് വൃത്തിക്ക് അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ എപ്പോഴും ഇൽമ് നേടാനുള്ള നമ്മുടെ ആഗ്രഹം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൽമ് നേടിക്കൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യാൻ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ. നമ്മളെ മുത്തസ്സ പറയുന്ന പോലെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒരു ഫിർദൗസ് അല്ല, അതിലുമുണ്ട് പല തട്ടുകൾ. ഏറ്റവും ഹയർ ലെവലിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് ആഗ്രഹിക്കാം അല്ലേ, സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, അള്ളാഹുവിങ്കിൽ സാമീപ്യം കിട്ടുന്നവരായിരിക്കണം നമ്മൾ, ഏറ്റവും അടുത്ത് അല്ലേ. സാമീപ്യം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാകാൻ അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കണം? കാദിഹുൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖി, നമ്മൾ കഠിന പ്രയത്നം നടത്തണം, കഠിനാധ്വാനികളായിരിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിനെ നമ്മൾക്ക് മുലാഖാത്ത് നടത്താൻ നമ്മൾ അത്രയും കഠിനാധ്വാനികളായിരിക്കണം. മത്സരിക്കുക, തനാഫിസുൽ മുത്തനാഫിസൂൻ. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ആയത്തുകളിലൂടെയാണ് അള്ളാഹു നമ്മളെ ഇങ്ങനെ ഓരോ കാര്യത്തിലേക്കും നമുക്ക് ഒരില്ലേ നമുക്ക് അങ്ങനെ ആവണം, നമുക്ക് ഇങ്ങനെ ആവണം എന്ന് തോന്നുന്ന തരത്തിൽ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അമലു സാലിഹാത്തുകളെ കുറിച്ച്, അതിലേക്ക് ചെന്നെത്തേണ്ട അതിൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്ര വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ ആവേശം കൊള്ളിക്കുന്നത്, എന്തിലൊക്കെയാണ് നമ്മളത് കണ്ടിട്ട് നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് ആ തദബ്ബുർ ചെയ്തുകൊണ്ട് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ അതിലേക്കൊക്കെ പോകുന്നത്, ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എല്ലാ കാര്യങ്ങളും ആ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്. നല്ല അല്ലേ ഖുർആനിലൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ സ്വർഗവും നരകവും എല്ലാ കാര്യങ്ങളും, സ്വർഗ്ഗം അല്ലേ ഖുർആൻ എന്ന് പറയുന്ന ഒരു കടലാണ്, അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് അതിൽ ഓരോന്നും വാരി എടുത്തുകൊണ്ട് അല്ലേ
കൂടുതൽ കൂടുതൽ അവിടേക്കുള്ള കർമ്മങ്ങൾ, അവിടേക്കുള്ള നമ്മളുടെ തോട്ടം നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട്, അവിടെ മുത്തും ചിപ്പിയും കൂടുതൽ കൂടുതൽ നമ്മളുടെ ആ ഒരു തോട്ടത്തിലേക്ക് നമുക്ക് ചെടികളും എന്താ പറയുക പൂക്കളും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ലൊരു മരണം, ഏറ്റവും സ്വാദോടുകൂടിയ അല്ലേ സൽക്കർമ്മങ്ങൾ കൊണ്ട് അധികരിപ്പിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതാക്കി മാറ്റാൻ സാധിച്ചാൽ, ദുനിയാവിൽ ഏറ്റവും നല്ലവരായിട്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയായിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അള്ളാഹുവിലേക്ക് വിളിക്കും അല്ലേ, ഇഷ്ടത്തോടു കൂടി വിളിക്കും. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്, ആ ഒരു വിളി കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ? നമ്മളിങ്ങനെ കണ്ണടിച്ച് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, നമുക്കിങ്ങനെ മുന്നിലിങ്ങനെ അല്ലേ പട്ടൊക്കെ വിരിച്ച് നമുക്കിങ്ങനെ കയറി പോകാം അതിലേക്ക്. അള്ളാഹു വിളിക്കുന്നത് തന്നെ സമാധാനമടഞ്ഞ ആത്മാവേ എന്നാണ്. ഇവിടെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ഓർമ്മ കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിച്ചാൽ. കാരണം ദുനിയാവിലെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്നും ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നമുക്ക് ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് അള്ളാഹുവിന് ഇത്രയും പ്രിയപ്പെട്ടവരായിക്കൊണ്ട് നമുക്ക് മടങ്ങാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ സമാധാനമടഞ്ഞ ആത്മാക്കളായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഏറ്റവും നല്ലതാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ അള്ളാഹുലെ ഇത്തരത്തിൽ നമ്മളെ തിരിച്ച് അള്ളാഹുലേക്ക് വിളിക്കും. ദാ കയറിക്കോ, അങ്ങോട്ട് കയറിക്കോ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ കയറിക്കോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ, അവൻ്റെ സാമീപ്യം നേടുന്ന സാബിഖൂനുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലൊരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ലൊരു അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. ربنا تقبل منا ودعائنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. كما ربيانا صغيرا. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.